ഹലോ ഗൈസ്, ഭൂമിയിലെ കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗപ്പികൾക്ക് പലതരം അസുഖങ്ങൾ പിടിക്കാറുണ്ടല്ലേ? ഏത് തരം അസുഖം പിടിച്ചിട്ടാണ് നമ്മുടെ ഗപ്പികൾ ചത്തുപോയെന്നറിയാതെ നമുക്ക് എങ്ങനെയാണ് ഈ ഗപ്പികളൊക്കെ ട്രീറ്റ് ചെയ്ത് ഈ അസുഖങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുക? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികൾക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ രോഗം ഇൻറ്റേർണൽ പാരസൈറ്റ് അറ്റാക്കാണ്. സാധാരണ ഞങ്ങളുടെ ഫാം തുടങ്ങിയ കാലത്തൊക്കെ ഈ ഇൻറ്റേർണൽ പാരസൈറ്റ് അറ്റാക്ക് കൊണ്ട് ഞങ്ങൾക്ക് കുറേ ഗപ്പികളെ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് സത്യത്തിൽ ആദ്യം എന്താണ് രോഗമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ ഗപ്പികളുടെ വയറൊട്ടിയിട്ട് ഇങ്ങനെ ചത്തുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ പാരസൈറ്റ് അറ്റാക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വെള്ളത്തിലും, ഈ ഗപ്പി ടാങ്കിലെ എല്ലാ വെള്ളത്തിലും പാരസൈറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഗപ്പി വീക്കാവുമ്പോൾ, അതായത് ഗപ്പി ക്ഷീണിച്ചു പോകുന്നത് pH വാല്യൂവിലോ നമ്മുടെ ഈ ടെമ്പറേച്ചർ ചേഞ്ചിലൊക്കെ ഉണ്ടാകുന്ന വേരിയേഷനിൽ ഗപ്പി സ്ട്രെസ്സായിട്ട് ക്ഷീണിക്കും. ഗപ്പി ക്ഷീണിക്കാൻ തുടങ്ങുമ്പോൾ ആ വെള്ളത്തിലുള്ള പാരസൈറ്റൊക്കെ ഈ ഗപ്പിയുടെ അകത്തേക്ക് ചെല്ലും. ഇതൊരു തരത്തിലൊരു ബാക്ടീരിയാസാണ്. ഈ ബാക്ടീരിയാസ് ഈ വയറിൽ ചെന്നിട്ട് വളരാൻ തുടങ്ങും. എന്നിട്ട് ഈ ഗപ്പിയിൽ മേലുള്ള ആധിപത്യം ഈ പാരസൈറ്റുകൾ ഏറ്റെടുക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗപ്പി എന്ത് ഭക്ഷണം തിന്നാലും ആ തീറ്റ മൊത്തം ഈ പാരസൈറ്റുകൾ വളരാനാണ് ഉപയോഗിക്കുക. ഗപ്പി അങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങും, വയറൊട്ടാൻ തുടങ്ങും, പാരസൈറ്റ് ഉള്ളിൽ വളരുകയും ചെയ്യും, ഗപ്പി ക്ഷീണിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ ഇൻറ്റേർണൽ പാരസൈറ്റ് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഗപ്പീനെ മാറ്റിയിടാൻ ശ്രദ്ധിക്കണം. ഒരു ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് നമ്മൾ മാറ്റിയിടണം. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഡീവേം ചെയ്യാൻ വേണ്ടി വേം ഔട്ട് എന്ന് പറയുന്ന മരുന്ന് വാങ്ങാൻ കിട്ടും. ഈ മരുന്ന് വാങ്ങിയിട്ട് ഈ നമ്മുടെ അസുഖം വന്ന ഗപ്പിക്ക് ഇട്ട് കൊടുക്കുക, നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വേം ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പിയുടെ വയറ്റിലുള്ള പാരസൈറ്റൊക്കെ ചത്തുപോവുകയും ഗപ്പി പിന്നെയും ജീവിക്കുകയും ചെയ്യും. ഈ ഇൻറ്റേർണൽ പാരസൈറ്റ് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഗപ്പിക്ക് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഗപ്പിക്ക് സ്ട്രെസ്സ് വരുന്ന മാതിരി, അതായത് പെട്ടെന്നുള്ള pHലും ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് വരാതെ നോക്കുകയാണെങ്കിൽ ഈ പാരസൈറ്റ് അറ്റാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഗപ്പിക്ക് പെട്ടെന്നുള്ള സ്ട്രെസ്സും പെട്ടെന്ന് വെള്ളം മാറ്റി കൊടുക്കുകയും ഈ പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ചേഞ്ചും അമോണിയയിലുണ്ടാകുന്ന വേരിയേഷനൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കുക. അടുത്ത രോഗം മൗത്ത് ഫംഗസ് ആണ്. മൗത്ത് ഫംഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടൊരു രോഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രോഗമാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൗത്ത് ഫംഗസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗപ്പിന് ഇട്ടിട്ടുള്ള ടാങ്കിലെ മൊത്തം ഗപ്പികൾക്കും പകരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ മൗത്ത് ഫംഗസ് പിടിച്ച ഗപ്പീനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ആ ടാങ്കിലെ മൊത്തം ഗപ്പികൾക്കും ഈ മൗത്ത് ഫംഗസ് പകരാൻ സാധ്യതയുണ്ട്. ഈ മൗത്ത് ഫംഗസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗപ്പിയുടെ ഈ മുഖത്ത്, ഈ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു വെള്ള കുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല പൊന്തിയിട്ട് നല്ല വലിപ്പത്തിൽ കാണാൻ സാധിക്കും. അത് ഫംഗസ് പിടിച്ചിരിക്കുകയാണ്. ആ ഫംഗസ് പിടിച്ച ഗപ്പിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് മാറ്റുക. ഈ ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് മാറ്റിയ ഗപ്പിയെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലിഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1.5 ദിവസം ഇടവിട്ട് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കുക. അങ്ങനെ ഈ നമ്മുടെ ഈ മൗത്ത് ഫംഗസ് പിടിച്ച ഗപ്പിയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഡ്രോപ്സി എന്ന് പറയുന്ന അസുഖം നോക്കാം. ഞങ്ങളുടെ ഫാമിൽ ഡ്രോപ്സി പിടിച്ചിട്ടുള്ള മീനുകളുടെ 90% മീനുകളും ചത്തുപോയിട്ടാണുള്ളത്. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗമാണ് ഡ്രോപ്സി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രോപ്സിയൊക്കെ ഏറ്റവും അവസാന സ്റ്റേജിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം കരുതുക ഈ ഗപ്പി ഗർഭിണിയാണെന്നാണ് കരുതുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രോപ്സിയുടെ ലക്ഷണം തന്നെ ഈ വയറ് വീർക്കുക എന്നുള്ളതാണ്. പതിയെ മീനിൻ്റെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കരുതുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഗർഭിണിയാണെന്നാണ്. പക്ഷേ പതിയെ ഈ വയറ് വീർത്ത് അവസാനം മീൻ ചത്തുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ നമുക്ക് ഡ്രോപ്സി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡ്രോപ്സി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡ്രോപ്സിക്ക് വേറെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഈ ചെതമ്പലൊക്കെ പൊന്തി വരും.
ഈ ഡ്രോപ്സി നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ സാൾട്ട് ബാത്ത് കൊടുത്താൽ മതി. ഈ മീൻ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതായത് നമ്മൾക്ക് ഒരു ടാങ്കിലേക്ക് വെള്ളത്തിൽ 2 ടീസ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുക. അങ്ങനെ സാൾട്ട് ബാത്ത് ഒരു ദിവസം ഇടവിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്സി നമുക്ക് നമ്മുടെ മീനിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഡ്രോപ്സി പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമായാൽ ഡ്രോപ്സി പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് പകരാൻ സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഏറ്റവും വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ രോഗം, ഏറ്റവും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു രോഗമാണ് ടെയിൽ റോട്ട് അഥവാ ഫിൻ റോട്ട്. ഈ ഗപ്പിയുടെ വാലും ചിറകുമൊക്കെ ഒട്ടിപ്പോകുന്ന ഒരു പ്രത്യേക തരം അസുഖമാണ് ടെയിൽ റോട്ട് അല്ലെങ്കിൽ ഫിൻ റോട്ട് ഡിസീസ്. ഈ ടെയിൽ റോട്ടും ഫിൻ റോട്ട് ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഗപ്പിക്ക് നീന്താൻ വളരെ കഷ്ടപ്പാടാണ്. കാരണം ചിറകും വാലൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗപ്പിക്ക് നീന്താൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഈ അധികം നീന്താതെ നിൽക്കുന്ന ഗപ്പിയെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഗപ്പിക്ക് ഈ അസുഖമാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ അസുഖം വരാനുള്ള കാരണങ്ങളിലൊന്നായിട്ട് ഈ വാട്ടർ ക്വാളിറ്റി, ഈ വെള്ളത്തിലുണ്ടാവുന്ന പെട്ടെന്നുള്ള pH-ലുള്ള വേരിയേഷൻ. മഴക്കാലത്തൊക്കെ ഈ രോഗം വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിന് പുറത്ത് നമ്മുടെ കുളത്തിലൊക്കെ നമ്മൾ ടർപ്പായ കുളത്തിലൊക്കെ ഈ പടുതാക്കുളത്തിലൊക്കെ മീനെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫിൻ റോട്ട് ഡിസീസൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ തണുപ്പ് കാലത്തും ഈ ഫിൻ റോട്ട് ഡിസീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് മീനെ വളർത്തുന്നവരൊക്കെ ഈ ടെമ്പറേച്ചറിലുള്ള വേരിയേഷനും വാട്ടർ ക്വാളിറ്റിയും ഒക്കെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മീനിനെ നമുക്ക് ഈ ഫിൻ റോട്ട് ഡിസീസിൽ നിന്നൊക്കെ രക്ഷിക്കാൻ സാധിക്കും. ഫിൻ റോട്ട് ഡിസീസ് വന്നു കഴിഞ്ഞ ഒരു മീനിനെ നമ്മൾ ഹോസ്പിറ്റൽ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെട്രാസൈക്ലിൻ, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു മരുന്നാണ് ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞാൽ. അധികം വിലയൊന്നുമില്ല. ആ മരുന്ന് മേടിച്ചിട്ട് നമ്മുടെ ഒരു ബക്കറ്റിലേക്ക് ഈ ടെട്രാസൈക്ലിൻ്റെ ഒരു ക്യാപ്സ്യൂളിൻ്റെ പാതി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മീനിനെ അതിലേക്ക് ഇറക്കി വിടുക. നമ്മൾ ഫിൽറ്റർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ ടെട്രാസൈക്ലിൻ ഉപയോഗിക്കുമ്പോൾ. എന്നിട്ട് ഈ ടെട്രാസൈക്ലിനിൽ ബാത്ത് കൊടുത്തതിന് ശേഷം 1.5 ദിവസം ഇടവിട്ടിട്ട് ഈ ടെട്രാസൈക്ലിൻ്റെ ബാത്ത് തുടരുക. ഇങ്ങനെ ചെയ്താൽ ഫസ്റ്റ് സ്റ്റേജിലുള്ള ടെയിൽ റോട്ട് ഫിൻ റോട്ട് ഗപ്പികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അവസാന സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗപ്പീനെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിൽ അങ്ങനെ അധികം കണ്ടുവരാത്തൊരു അസുഖമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഫാമിലൊക്കെ വന്നിട്ടുള്ള ഒരു അസുഖമാണ് ബ്ലഡ് സ്പോട്ട് ഡിസീസ് എന്ന് പറയുന്നൊരു രോഗമാണ്. ഇത് സാധാരണ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള അമോണിയയുടെ അളവ് കൂടുകയും പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തുനിന്നൊരു ഫിഷിനെ വാങ്ങിയതിന് ശേഷം നമ്മുടെ ടാങ്കിലേക്ക് കൊണ്ടിടുമ്പോൾ ഉണ്ടാവുന്ന ഫിഷിനുണ്ടാവുന്ന സ്ട്രെസ്സൊക്കെ മൂലമുണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ ബ്ലഡ് സ്പോട്ട് ഡിസീസ്. ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ ഫിഷ് വളർത്തുന്നവരെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മുൻകൂട്ടി ഒരു ടാങ്കിലേക്ക് വെള്ളം പിടിച്ചു വെച്ച് നമ്മൾ ടെമ്പറേച്ചറും ഈ pH ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കുക. ഫിഷിനെ ഇടുമ്പോൾ തന്നെ നമ്മളത് ചെക്ക് ചെയ്ത് നമ്മളെ ഫിഷിനെ ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചറിലും pH-ലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഫിഷിനെ ഇറക്കി വിടുക. ഇങ്ങനെ അമോണിയയിലൊന്നും വേരിയേഷൻ വരാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് സ്പോട്ട് എന്ന് പറയുന്ന ഈ രോഗം നമുക്ക് വരാതെ നോക്കാൻ സാധിക്കും. ഈ ബ്ലഡ് സ്പോട്ട് എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗപ്പിയുടെ വയറിൻ്റെ അടിയിൽ ഒരു ചുവന്ന ഒരു ഡോട്ട് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബ്ലഡ് സ്പോട്ട് എന്ന് പറയുന്ന രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയിട്ടാണ്. ഈ വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന അസുഖം വരാനുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള പാരസൈറ്റ് അറ്റാക്കാണ്. മീന് സ്ട്രെസ് ഉണ്ടായിട്ട് മീനിൻ്റെ മേൽ മറ്റുള്ള പാരസൈറ്റുകൾ ആധിപത്യം ഏറ്റെടുക്കുമ്പോഴാണ് ഈ വൈറ്റ് സ്പോട്ട് ഡിസീസ് ഉണ്ടാവുന്നത്. ഇൻറ്റേർണൽ പാരസൈറ്റ് അറ്റാക്ക് മാതിരി തന്നെയാണ് ഈ വൈറ്റ് സ്പോട്ട് ഡിസീസും ഉണ്ടാവുന്നത്. അപ്പോൾ മീനുകൾക്ക് അധികം സ്ട്രെസ്സ് കൊടുക്കാതെ, അതായത് pH-ലും മറ്റേ ടെമ്പറേച്ചറിലൊന്നും അധികം വേരിയേഷൻ വരാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് സ്പോട്ട് ഡിസീസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
ഈ വൈറ്റ് സ്പോട്ട് ഡിസീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ വാലിലൊക്കെ ഇങ്ങനെ വൈറ്റ് ഡോട്ട് പുള്ളിക്കുത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മീനിൻ്റെ വാലിലും ചിറകിലൊക്കെ ഇങ്ങനെ വെള്ള കുത്തുകൾ, ഒരു ഇച്ച് മാതിരിയുള്ള കുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വൈറ്റ് സ്പോട്ട് ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രധാന മാർഗം. വൈറ്റ് സ്പോട്ട് ഡിസീസ് എങ്ങനെ മാറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിഷിനെ ഈ കല്ലുപ്പിട്ടിട്ടുള്ള സാൾട്ട് ബാത്ത് കൊടുത്തിട്ട് കല്ലുപ്പിട്ട വെള്ളത്തിലേക്കിട്ട് നമുക്ക് ഈ രോഗം മാറ്റാവുന്നതാണ്. അതായത് ഒരു ടാങ്കിലേക്ക് ഒരു 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിലേക്ക് 2 ടീസ്പൂൺ കല്ലുപ്പിട്ടതിന് ശേഷം നമ്മുടെ ഈ മീനെ ഇറക്കി വിടുകയാണെങ്കിൽ അങ്ങനെ 1.5 ദിവസം ഇടവിട്ട് സാൾട്ട് ബാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും ശിവശങ്കർ സൈനിങ് ഓഫ് ഫ്രം ഭൂമിയിലെ കാഴ്ചകൾ.